അപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും വീട് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കണ്ടിരുന്നത്. പക്ഷേ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ വലിയ വിമർശനം. അത് ഞാൻ തന്നെ പറഞ്ഞാണ്, അതിന് മറുപടി ഇല്ല. അതെല്ലാം ഞങ്ങൾ വളരെ ഗൗരവപൂർവ്വം അതൊക്കെ പരിശോധിച്ച് ഞങ്ങൾ റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കി പാർട്ടിയിലുടനീളവും ജനങ്ങളോട് പറയേണ്ടത് നിങ്ങളോട് മാധ്യമങ്ങളോടും ഞങ്ങൾ പിന്നീട് 8-ാം തീയതി പറയും. 6, 7, 8 അതെ നേരത്തെ കമ്മിറ്റികളുടെ വിമർശനങ്ങൾ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ലൈഫ് പദ്ധതി കേരളത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടി ഇന്നലെ രാവിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മന്ത്രി പ്രഖ്യാപിക്കേണ്ടത് 5,364,000 പേർക്ക് ഇതിനകം തന്നെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് നൽകിയതാണ്. 1,03,600 വരുന്ന ആളുകളുടെ വീട് പണി അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നൽകേണ്ടിയുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ പദ്ധതി അവസാനിപ്പിക്കുക എന്നത് ജനങ്ങളോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ ക്രൂരതയാണ്, പ്രത്യേകിച്ച് പാവപ്പെട്ട വീടില്ലാത്ത ആളുകളോട്. അപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും വീട് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കണ്ടിരുന്നത്. അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തെ കേരളം ഒറ്റക്കെട്ടായിട്ട് എതിർക്കും എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി മന്ത്രി ഞങ്ങൾ സ്റ്റേറ്റ്മെൻറ്റെല്ലാം കൊടുത്തിരുന്നു. മന്ത്രി അതിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്ന നില സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നല്ലത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തിരുത്തി ഫലപ്രദമായിട്ട് ഈ ലൈഫ് പദ്ധതിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കേരളത്തിൽ സാധിക്കേണ്ടതുണ്ട് എന്നാണ് പറയാൻ. ഈ പല കേസുകളും പുനരന്വേഷണം വരികയാണ്. കാപ്പി സ്ക്രീൻഷോട്ട്, ഗൺമാന്മാരുടെ ആക്രമണം, ഈ വിഷയത്തിലൊക്കെ